ആ വീട്ടിൽ കല്ലെറിയുന്നത്, കമ്പി എടുത്ത് എറിയുന്നതും ബോംബ് എറിയുന്നതും അങ്ങനെയുള്ള വിഷ്വൽസ് ഭയങ്കര ഭയാനകമായിട്ടുള്ള ഈ ഒരു വിഷ്വൽസ് കാണിച്ചിട്ടാണ് ഞാൻ ഇവർക്കെതിരെ ദുബായിൽ ഒരു കേസ് കൊടുത്തിട്ടുള്ളത് പിൻവലിക്കുന്നത് തന്നെ. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കൊന്നുകളയെന്ന് പറയും. എന്നെ ചീത്തവിളിയാണ് അവളെ പ്രധാന ജോലി. എന്നെ ചീത്തവിളി. എന്തെങ്കിലും എനിക്കൊന്നും സംസാരിക്കാൻ പാടില്ല. അവൾ പഠിച്ചിട്ട് രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്താ മോളെ താമസിച്ചെന്ന് ചോദിച്ചാൽ മതി. ഒരു ദിവസം ചോദിച്ചതിന് ഇനി എന്നെ പറയാനിഞ്ഞു ഒന്നുമില്ല. മരിച്ചുപോയ അച്ഛനെ സഹിതം അവൾ ചീത്ത വിളിച്ചു. ഏറ്റവും വലിയ ചീറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ നമ്മൾ സ്വകാര്യ നിമിഷം പോലും ആള് മൊബൈൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മുതൽ തരികിട തുടങ്ങിയേക്കും. അവിടെ മുതലേ തരികിട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുംതാസിന് ഷാജഹാൻ ഒരു കൊട്ടാരം തന്നെ പണിത് കൊടുത്തു. അതാണല്ലോ താജ്മഹൽ, എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും അദ്ദേഹത്തിന് ഭാര്യയുടെ സ്നേഹമുണ്ടായിരുന്നു. അതുപോലെ ജിതിൻ അവൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണിത കൊട്ടാരമാണ് ഈ കാണുന്നത്. കണ്ടോ, സത്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഇത്രയും വലിയ കൊട്ടാരം പണിത് കൊടുത്തത്. അത്രയും വലിയ സെറ്റപ്പോട് ഭാര്യ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അവൻ്റെ ജീവനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഭർത്താവും ചെയ്യാത്ത അത്രയും വലിയ ത്യാഗമാണ് ഗൾഫിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തത്. ആ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, ജിതിന് എന്താണ് പിന്നെ സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആ വീടൊന്ന് കാണാം. കണ്ടോ, ആ സംഭവത്തിന് ശേഷം പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ വരുന്നത് ഞാൻ പറയാം. കാര്യം ആ ഭാര്യ ഇവനെ വിട്ട് വേറൊരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയി. ആ പെണ്ണിനെ പഠിപ്പിച്ചത്, ജോലി വാങ്ങിച്ചു കൊടുത്തതെല്ലാം ഈ ജിതിൻ എന്ന് പറഞ്ഞ ഭർത്താവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അപ്പോൾ കണ്ട ഒരുത്തിൻ്റെ കൂടെ ആ പെണ്ണങ്ങ് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഈ വീട്ടിലേക്ക് പിന്നെ ജിതിൻ കയറിയിട്ടേ ഇല്ല. ഈ വീട് അതുപോലെ തന്നെ കിടക്കുകയാണ്. ഒരു ശവകുടീരം പോലെ, ഒരു ഓർമ്മകൾ പേറി ഇങ്ങനെ അസ്ഥി വഞ്ചനം പോലെ കിടക്കുകയാണ്. നിങ്ങൾ ആ വീടിൻ്റെ സെറ്റപ്പ് നോക്ക്, അത്രയും വലിയ സെറ്റപ്പാണ്. കണ്ടോ, ഗംഭീരമായിട്ടാണ് ആ വീട് പണിത്. അമ്മ എങ്ങനെ വന്നേ ചോദിക്കട്ടെ. കണ്ടോ, ഇതാണ് ജിതിൻ്റെ അമ്മ, ഇത് ജിതിൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഒക്കെ മുഖം കണ്ടാൽ തന്നെ ഇപ്പം കരയുന്നുള്ള വിഷമിച്ച് നിൽക്കുവാണ്. ജിതിൻ അവൻ്റെ പെണ്ണിന് വേണ്ടി പണിഞ്ഞ വീട് അല്ലയോ? അവൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി കടമൊക്കെ എടുത്ത് ലോണൊക്കെ എടുത്ത് പണിഞ്ഞ വീട് അല്ലേ? നമുക്ക് ആ വീട് തന്നെ കാണാനുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. മേളിലൊക്കെ AC ആണോ? അവളെ ഇവിടെ നിക്കത്തില്ല. അവൾക്ക് ആ വീട്ടില് ഫ്രണ്ടിൽ വീട് വെക്കണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തായാലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഇവിടെ വേറെ വീട് വെച്ചാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വെപ്പിച്ചതാണ്. അച്ഛനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നടക്കുവാണ്. അച്ഛന്റെ വെപ്രളം കണ്ടോ, മകന്റെ വീട്. എന്നിട്ട് ഈ പ്രശ്നം ആയതിനു ശേഷം ഇവിടെ വന്നാൽ ഇതിനകത്ത് വരൂല. അവനൊക്കെ ഇല്ല അവൻ കയറയില്ല, ഇങ്ങോട്ട് വരയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങനെ ഇടണ്ടല്ലോ, ഭാർഗവി നിലയങ്ങളൊക്കെ ഇടണ്ട, നമുക്ക് എങ്ങനെയാലും പാല് കാച്ചാം. പാല് ഇങ്ങനെ ഇട്ടിരുന്നു ഇവിടെ എത്ര 3-4 വർഷമായി. 3 വർഷമായി ഇത് വെച്ചിട്ട്. അച്ഛന്റെ മകനാണ്, പ്രിയപ്പെട്ട മകൻ. അച്ഛന്റെ മകൻ പിന്നെ ഈ വീട്ടിൽ കയറിയിട്ടേ ഇല്ല വരൂല. അവന് വരുമ്പോ തന്നെ അവന്റെ ഭാര്യയെ പറ്റി ഓർമ്മയായിരിക്കും. അത് അവനും മാനസികമായിട്ട് അത്രയ്ക്ക് വിഷമമാണ്. അത് ഒരു മകനെ വളർത്തി കൂലിപ്പണിക്കാണ്. ഇപ്പം ഇന്നലെ പണിയുണ്ടായിരുന്നു, നാളെ പണിയുണ്ട്. 62 വയസ്സായി. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടുവന്ന മകനാണ്. ആ പെണ്ണെങ്ങോട്ട് പോയെന്ന് വെച്ചാൽ അവള് പഠിപ്പിച്ചതെല്ലാം എൻ്റെ മകനാണ്. അവൾ MSc വരെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെയുള്ള ഓപ്ഷനായിട്ട് മെഡിക്കൽ കോഡിങ്ങും വേറെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഇവൻ പറഞ്ഞു പോയി എക്സ്പീരിയൻസ് വാങ്ങി നമുക്ക് ഗൾഫിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അവിടെ വിട്ടത്. അത് കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വരെയില്ല. വന്നാലും എന്നെ ചീത്തവിളിയാണ് അവളെ പ്രധാന ജോലി. എന്നെ ചീത്തവിളി. എന്തെങ്കിലും എനിക്കൊന്നും സംസാരിക്കാൻ പാടില്ല. അവൾ പഠിച്ചിട്ട് രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്താ മോളെ താമസിച്ചെന്ന് ചോദിച്ചാൽ മതി. ഒരു ദിവസം ചോദിച്ചതിന് ഇനി എന്നെ പറയാനിഞ്ഞു ഒന്നുമില്ല. മരിച്ചുപോയ അച്ഛനെ സഹിതം അവൾ ചീത്ത വിളിച്ചു. ഇല്ല അവളിവിടെ ഇല്ല. പിന്നെ അവൾ ഇവിടെ വന്നിട്ടുമില്ല. അഥവാ മെസ്സേജുകൾ ഇടുമ്പോൾ ചീത്ത വിളിച്ച് എൻ്റെ മോനെ കുറിച്ച് അത് ആരോടെ ഇറങ്ങിപ്പോയി അവള് ഇറങ്ങിപ്പോയി. ഇവക്ക് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കവേ ഇവക്ക് ആരോ ആയിട്ട് അഫയർ ഉണ്ടായിരുന്നു. ഇറങ്ങിപ്പോയി. എന്തെന്ന് പറഞ്ഞാൽ അവൾ അമ്മ ഇവിടെ വന്നിട്ടാണ് പറഞ്ഞത് ജിതിന് ഞങ്ങൾക്ക് അത്ര വിശ്വാസമാണ്, ജിതിന്റെ പേരിൽ ഒരു തെറ്റുമില്ല, എൻ്റെ മോളിപ്പോ വേറൊരു അഫയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവള് ഈ അമ്മ സംസാരിച്ച ഉടനെ ഇവൾ അമ്മയെ ചീത്ത വിളിച്ചു. ഇനിയാണ് ഏറ്റവും വലിയ ഇതിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. ജിതിന് ജീവിതം വേണമല്ലോ. ഈ വീട് പണിത് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി വേറൊരു പെണ്ണിനെ പരിചയപ്പെടുകയാണ്. ഒരു കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഒരു പെണ്ണുമായിട്ട് മാട്രിമോണിയൽ വഴി പരിചയപ്പെടുകയാണ്. പക്ഷെ അത് അവന്റെ രണ്ടാമത്തെ ദുരന്തത്തിലേക്ക് എത്തിച്ചല്ലേ? ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പെണ്ണ് പിണങ്ങി വേറൊരുത്തോട് ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ വളരെ പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. അവന്റെ സന്തോഷ ജീവിതം കിട്ടട്ടെ നിങ്ങൾ വിചാരിച്ചു. എപ്പോഴാണ് അങ്ങനെ ഒരു ട്രാജഡി അറിയുന്നത്?
ഈ അടുത്ത ഒരു 2-3 മാസത്തിന് മുന്നെയാണ് ഇത് അറിയുന്നത്. അവൻ വേറൊരു പെണ്ണോടൊപ്പം ജീവിക്കുവായിരുന്നു. അവിടെ ഇവന് ജോലിയൊക്കെ പോയി. അവര് പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഈ ഇപ്പോൾ അവന് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് ഇവിടെ ജോലി ഉണ്ട്, അവളോടൊപ്പമാണ് കഴിയണത് എന്നൊക്കെ പിന്നീടാണ് ഞങ്ങൾ അറിയണത് തന്നെ. അതിനുശേഷം ആ പെണ്ണ് ഒരുപാട് ചീറ്റ് ചെയ്തു. അവള് വന്നത് ഈ കക്ഷിക്ക് വേണ്ടിയാണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു. അവസാനം ഇവനുള്ള ഈ അവന്റെ ഫോൺ ഇവൾ എറിഞ്ഞ് പൊട്ടിച്ചു. ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവള് ഒരു ഫോൺ തൽക്കാലം ഇവൻ ഉപയോഗിക്കാൻ കൊടുത്തു. അതിൽ ഇവന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ വിവരങ്ങളും സകല കാര്യങ്ങളും ഈ ഫോൺ വഴി നമ്മളെ വിളിച്ചിട്ടുള്ളതും എല്ലാം ആകെപ്പാടെ തകർന്നു. ഇപ്പൊ ആത്മഹത്യയുടെ വക്കിലാണ്. വിഷം കുടിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 സ്ത്രീകൾ നശിപ്പിച്ച ആ ജിതിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ചെറുക്കൻ ആകപ്പാടെ മാനസികമായിട്ട് തകർന്നിരിക്കുവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജോലി പോയി, സമാധാനം പോയി, ജീവിതം പോയി, ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ്. ഏത് സമയത്തും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഒരമ്മ പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവൻ്റെ അവസ്ഥ ഒന്ന് ഭീകരമാണ്. ഒരാണിനും ഇങ്ങനൊരു അവസ്ഥ വരില്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ജിതിൻ ഈ വീട്ടിലേക്ക് കയറത്തില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് പോലും ഇങ്ങോട്ട് വരുന്നില്ല. നമുക്ക് ജിതിനുള്ള ആ സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കാം. അവൻ എന്താ സംഭവിച്ചത്, ആ സ്ത്രീ എങ്ങനെയാണ് അവന് ചീറ്റ് ചെയ്തത്, എത്ര ലക്ഷത്തിൻ്റെ കടമുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമുക്ക് നേരെ ജിതിൻ അവൻ്റെ വിഷമങ്ങളും സങ്കടമൊക്കെ വരുമ്പം എവിടെയാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കിവിടെ വന്നിട്ട് അവനെ കണ്ടുപിടിക്കാം. എന്തായാലും ജിതിൻ ഇവിടെയാണുള്ളത്. ഇതാണ് ജിതിൻ, പാവപ്പെട്ട ചെറുപ്പക്കാരൻ. ഒരുപാട് ആള് ഗ്രാഫിക് ഡിസൈനറാണ്. ഗൾഫിലും എത്ര ലക്ഷം ശമ്പളം? 3.5 ലക്ഷം ശമ്പളമുള്ള മനുഷ്യന്റെ അവസ്ഥയാണ്. ഇപ്പം എല്ലാം പോയി. ജോലി പോയി, പിന്നെ സമാധാനം പോയി. 2 പെണ്ണ് വന്ന് 2 പെണ്ണും പോയി. അല്ലേ? അതെ. പക്ഷെ ഇതിന് നേരിടണ്ട, ഇങ്ങനെ പോയാൽ മതിയോ? തീർച്ചയായും മുന്നോട്ട് പോകണം, നേരിടണം. ഇതെങ്ങനെ ഇതിനിടയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് കേട്ടോ. ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രസ്റ്റ് ഇല്ലാണ്ടാവുന്ന ഒരു നിമിഷം. അതായത് ഞാൻ അവരുടെ കുറച്ച് CCTV വിഷ്വൽസ് കാണുന്നുണ്ട്. അതായത് എൻ്റെ അടുത്തൊരു കള്ളം പറഞ്ഞിട്ട് വേറെ ആളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ. ഞാൻ ആദ്യത്തെ പെണ്ണ് ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ചുരുക്കി ചോദിക്കും. ഇപ്പൊ ഒരു പുതിയ വീട് കണ്ട്, അപ്പൊ അത് ആദ്യത്തെ ഭാര്യയ്ക്ക് വേണ്ടി പണിഞ്ഞൊരു വീടാണ്. അതെ അല്ലേ? അതെ. ഒരുപാട് കടമൊക്കെ വാങ്ങിച്ചു, കടം മേടിച്ചു. അതിന്റെ റീസൺ എന്ന് പറഞ്ഞത് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരാളെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നമായി ആളുടെ വീട്ടിലാണ് നിന്നത്. സോ രണ്ടാമത് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ആൾക്ക്. എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒന്നുകിൽ പുതുതായിട്ട് വേറൊരു വീട് വേണം, പാരൻസിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാണ്ട് അല്ലാത്ത രീതിയിൽ സംസാരിക്കുക, നിൽക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക്, ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് വീട് വെക്കാൻ പറഞ്ഞത്. സോ ആ വീട് വെച്ച് കൊടുക്കുന്ന ടൈമിൽ തന്നെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു എക്സാം ഉണ്ടായിരുന്നു AAPCയുടെ. അത് എഴുതിയിട്ട് ആളിന് ഒരു ജോബ് ഞാൻ റെഡിയാക്കി കൊടുത്തു. ഇങ്ങനെ ലിങ്ക്ഡിൻ വഴി കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ ജോലി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ ജോലിക്ക് പോകുന്നതിന് ശേഷം പിന്നെ ആൾ എന്നുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. അവർ സുപ്രഭാതി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ശരത്ത് എന്ന് പറഞ്ഞിട്ട് ആളുമായിട്ട് ആലപ്പുഴയുള്ള ഒരാളുമായിട്ട് അടുപ്പത്തിലാണ്, എന്നെ ഇനി വിളിക്കരുത് എന്ന് ഗുഡ് ബൈ പറഞ്ഞു പോയി. അതോടെ ഒന്നാമത്തെ തകർച്ച അല്ലേ? അവർക്ക് വേണ്ടി പണിഞ്ഞ പൈസയും എല്ലാം വെറുതെ വേസ്റ്റ് ആയി. അപ്പോഴാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി ഗൾഫിൽ വെച്ച് ഒരു യുവതിയെ പരിചയപ്പെടുന്നത്. അതെ, അതായത് ഈ സെയിം എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ മാട്രിമോണി തുടങ്ങുന്നതും. ആഫ്റ്റർ 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. ഈ സ്ത്രീ എവിടെ? കോഴിക്കോടുള്ളതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം വരെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന വിഷയം വീട്ടിൽ പോലും പറയുന്നില്ല. തീർച്ചയായും അതുകൊണ്ട് ഞാനൊരു ഗുഡ് ഇമേജ് തന്നെ ആൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. പിന്നെ ആൾക്ക് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എൻ്റെ വീട്ടിൽ അറിയിക്കാണ്ടിരിക്കാൻ എൻ്റെ സമ്പാദ്യം എടുത്തു കൊടുത്തു. ആരും അറിയിക്കാണ്ട് അതെല്ലാം ഓക്കെ ആക്കി നേരെ ആക്കിക്കൊണ്ട് വരുമായിരുന്നു. അതായത് ഒരു നല്ല രീതിയിൽ ഒരു ഫാമിലി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കാണിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഫിനാൻഷ്യലി ഇഷ്ടംപോലെ. അങ്ങനെ എത്ര ലക്ഷം രൂപ അവൾ തട്ടിച്ചെടുത്ത്? ഇപ്പൊ എനിക്ക് കണക്ക് പ്രകാരം ഞാനൊരു 18 ലക്ഷം രൂപ അടുപ്പിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി അതിന് കൂടുതലും തുകയുണ്ട്. സാധനങ്ങൾ മേടിച്ചു കൊടുത്തേക്കുണ്ട്. സാധനം വാങ്ങിക്കൊടുത്ത മാത്രമല്ല, മറ്റേ ഒരു 30 ലക്ഷം കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചുമ്മാ ഓവറലായിട്ട് പറയണത് ഒരു 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയാണ് ഈ മഹതി പരിചയപ്പെടുത്തിയത്. എന്നിട്ട് എന്താണ് നിഷ്കരണം? ഈ ഇതിനെ വേണ്ടാന്ന് വെക്കുന്ന എന്തായിരുന്നു? വേണ്ടാന്ന് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. എന്നാൽ കൂടിയും ഇവരിങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നുള്ള പിന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ഇവർ കല്യാണം കഴിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എല്ലാം ഞാൻ പിന്നെ അറിഞ്ഞു. കഴിച്ചിട്ട് ആ ചേട്ടന്റെ വീട് പോയി ആക്രമിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിവോഴ്സ് ആയ ഇവർ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് ആണ്. ആ അഡ്വക്കേറ്റിന്റെ ഡിവോഴ്സ് ആയതിനു ശേഷം അവരെ വീട് പോയി ആക്രമിക്കുന്ന ഒരു വീഡിയോ ഇവരെന്നെ കാണിക്കുന്നുണ്ട്. റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ആ വീട്ടിൽ കല്ലെറിയുന്നത്, കമ്പി എടുത്ത് എറിയുന്നതും ബോംബ് എറിയുന്നതും അങ്ങനെയുള്ള വിഷ്വൽസ് ഭയങ്കര ഭയാനകമായിട്ടുള്ള ഈ ഒരു വിഷ്വൽസ് കാണിച്ചിട്ടാണ് ഞാൻ ഇവർക്കെതിരെ ദുബായിൽ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്.
എടുത്തിട്ടുള്ളത് പിൻവലിക്കുന്നത് തന്നെ, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കൊന്നുകളയോ എന്ന് പറഞ്ഞു, തീർത്തോളയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുത്തപ്പോൾ പിൻവലിച്ചില്ല, അച്ഛനും അമ്മയും കൊല്ലുമെന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയില്ല. ജിതിനാണെങ്കിൽ അച്ഛനും അമ്മയും ജീവന്റെ ജീവനുമാണ്. തീർച്ചയായും ഞാൻ അവിടെയാണ്, എനിക്ക് ഇവിടെ വന്ന് കെയർ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ അനിയനും അവിടെയാണ്, എൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ. സോ അപ്പം ഞാൻ അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അത് നിർബന്ധപ്രകാരം ആ കേസ് എനിക്ക് പിൻവലിക്കേണ്ടി വന്നു. അതിന് തന്നെ ഏകദേശം ഒരു നല്ല തുകയായി. അതെല്ലാം സുഹൃത്തുക്കൾ സഹായിച്ചിട്ടാണ്. കാരണം ജോലി ഫെബ്രുവരിയിൽ പോയതാണ്. അതിനുശേഷം പിന്നെ എനിക്ക് ജോലി പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആളുടെ നിരന്തരമായിട്ടുള്ള ഫോൺ വിളിയും ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും കാരണങ്ങളാണ് ജോലി പോകുന്നത്. കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് പറഞ്ഞു വിട്ടു. കാരണം ഈ സ്ത്രീ കാരണം. അതായത് രാത്രി ഇരുന്നു എനിക്ക് വർക്ക് ചെയ്യുമായിരുന്നു, ഞാൻ ഫുൾ ടൈം അലർട്ടായിരുന്നു, എപ്പോഴും ഓണായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അത് കാരണം എനിക്ക് ഇവർ ഈ ഒരു വന്ന ടൈമിൽ ഇവരെന്നെ അതിന് സമ്മതിക്കത്തില്ല. എൻ്റെ മാനേജേഴ്സ് ആരെങ്കിലും ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുവാണെങ്കിൽ ഇവർ ഉടനെ ChatGPT വെച്ചിട്ടാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. ഇവർക്ക് ഇംഗ്ലീഷ് ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവർ എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എറോസസ് എന്നാണ്. ഇവരുടെ മാട്രിമോണി പ്രൊഫൈലിൽ പോലും എഴുതിയിട്ടുണ്ട്. അല്ല, വിദ്യാഭ്യാസവും ഇല്ല. കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം പൈസ കൊടുത്ത് മേടിച്ച സർട്ടിഫിക്കറ്റാണ്. കാരണം ദുബായിൽ ഇവർക്ക് ഞാനൊരു ജോലി അൽഫർദാൻ എക്സ്ചേഞ്ചിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ചെയ്തു കൊടുത്തായിരുന്നു. അവിടെ വിസയുടെ ആവശ്യം കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയുവാണ് എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. കാരണം ദുബായ് റൂൾ പ്രകാരം വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കാറ്റഗറി ആവും, ലേബർ. മാത്രമല്ല ഏറ്റവും വലിയ ചീറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ നമ്മുടെ സ്വകാര്യ നിമിഷം പോലും ആൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുതലേ തരികിട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അത് കാണിച്ചിട്ടാണ് പിന്നെ എന്നോട് പൈസ ആവശ്യിക്കുന്നത്, ചോദിക്കുന്നത് പുറത്തു വിടുമെന്ന്. എനിക്കാണ് അയച്ചു തന്നത്. അയച്ചിട്ട് കുറെ കഴിഞ്ഞ ഉടനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് മുതലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും മനസ്സും കൊണ്ട് തകർന്നു, ഒരു ജീവിതം പോയി, രണ്ടാമത്തെ ഇങ്ങനെ ആയെന്ന് അറിഞ്ഞു. തീർച്ചയായും. പിന്നെ എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു? പിന്നെ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അറിയില്ല, ജീവിക്കുന്നില്ല ഇപ്പോഴും. എങ്ങനെയോ ജോലിയും പോയി, എല്ലാം പോയി. ഇപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു. അച്ഛൻ പറഞ്ഞ ആത്മഹത്യ ശ്രമിച്ചു. അതെ. ഒരു 2-3 വട്ടത്തോളം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അത് ഫോഴ്സ്ഫുള്ളി ഇവരുടെ ഈ നിർബന്ധം കാരണം മാത്രം. ഇവർ ത്രെട്ടൻ ചെയ്ത് ഇവർ പറഞ്ഞ് ഓരോ ഇല്ലാത്ത അനാവശ്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുന്നതാ ഓരോ റീസൺസ്. ഒരു ചുമട് പരാതി ഇപ്പോൾ ഉണ്ട്, എടുത്തിട്ടൊന്ന് കാണിച്ചേ. ഒരു ചുമട് പരാതി കൊടുത്തിട്ടോ അത് അന്വേഷിക്കാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ മെനക്കെടുന്നില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്തു, DGPക്ക് കൊടുത്തു, സർവ്വ പോലീസ് സ്റ്റേഷൻ കൊടുത്ത് പരാതിയാണ് ഈ മനുഷ്യനായിരിക്കുന്നത്. കാണിച്ചു കൊടുത്തു. പരാതിയുടെ ബഹളവും ഇതെല്ലാം പരാതിയുടെ ബഹളം. എന്നിട്ട് ഒരു അന്വേഷണം നടക്കുന്നില്ല. ഒരു അന്വേഷണവും ഇല്ല. ഇത് ആർ കൊടുത്തതാ? ഇത് NRI സെല്ലിൽ കൊടുത്തതാണ്. ഇത് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ കൊടുത്തതാണ്. ഇനിയുണ്ട്. ഇത് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് ഓൺലൈനിലാണ്. റെസിപ്റ്റ് എൻ്റെ ഉണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, വനിതാ സെല്ലിന് കൊടുത്തു. എല്ലാവർക്കും പറഞ്ഞാൽ ഇദ്ദേഹം കൊടുക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. എന്നിട്ട് ഈ പാവം പിടിച്ചിട്ട് അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. ഒരു വർഷമായി ജോലി നഷ്ടപ്പെട്ടു. ഒരു വർഷമായി കറക്റ്റ്. ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കൂടെ താമസിച്ചവർക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി. 48-50 ലക്ഷം കടക്കാരനായി. ഈ കടമൊക്കെ എങ്ങനെ വീട്ടും? കടം വീട്ടാൻ ഇപ്പോഴും ഒരു നിവൃത്തിയില്ല. കാരണം ഡെയിലി ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോഴും വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് കോൾ ഹിസ്റ്ററി കാണിച്ചു തരാം. SBIയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുഹൃത്തെ. കാര്യം നിങ്ങളുടെ ഒരു അവസ്ഥ നമുക്ക് വീട്ടിൽ തന്നെ മനസ്സിലാവും. മാസം 1 ലക്ഷം രൂപ ഞാൻ EMI അടച്ചുകൊണ്ടിരുന്നത് മന്ത്ലി. എനിക്ക് മൂന്ന് അടുപ്പിച്ച് എങ്ങനെയായാലും സാലറി പ്ലസ് അല്ലാണ്ട് ഫ്രീലാൻസ് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കിട്ടുമായിരുന്നു 3 രൂപയ്ക്ക് പുറത്ത്. പിന്നെ എൻ്റെ അനിയനെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു മന്ത്ലി ആവറേജ് എങ്ങനെ പോലെ ഒരു 4 to 5 lakhs ആവറേജ് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് എങ്ങനെ ഇത് ഓർക്കുമ്പോൾ ജീവിക്കാൻ പോലും തോന്നത്തില്ല. ഓർക്കും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇവൻ മൗസ് എടുക്കുമ്പോൾ പോലും എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഒരു 10 പേർ അറിയിക്കണം, അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഒതുക്കുന്ന ആൾക്കാർ നോക്കുന്നത് അറിയണ്ട. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുള്ള കാര്യം 10 പേർ അറിയട്ടെ 10 പേര് അറിയട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു അവസ്ഥ ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത്. കാരണം ചീറ്റ് ചെയ്യപ്പെടരുത്. അത് മാത്രമല്ല ഇവരുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഇവർ മാരേജ് പ്രൊപ്പോസ് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ പൈസ കൊടുത്തവരുണ്ട്, കൊടുക്കാത്ത ആൾക്കാരുണ്ട്, വെളിപ്പെടുത്താൻ പറ്റാത്തത്. ഇപ്പൊ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവര്, അതിൽ ചെന്ന് കുഴി ചാടിയവരുണ്ട്, 2 കുട്ടികളുള്ളവർ, ചേട്ടനുണ്ട്. പക്ഷെ പേര് ഞാൻ വെളിയിൽ പറയുന്നില്ല. 75,000-80,000 രൂപ പുള്ളിക്കാരൻ്റെ അടുത്ത് ഫ്ലർട്ട് ചെയ്തുണ്ടാക്കിയ പൈസയാണ്. പുള്ളിക്കാരന് 1 രൂപ പോലും തിരിച്ചു വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുള്ളി പറഞ്ഞു എന്നെ ഈ കേസിൽ ഇടപെടുത്തരുത്, അവർ ഫ്രോഡാണെന്ന്. പിന്നെ ഇവരുടെ നാട്ടിൽ ഞാൻ പിന്നെ ഈ റീസെൻ്റ്ലി അന്വേഷിക്കുമ്പോഴാണ് ഓരോ മാസം ഓരോ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കും. പിന്നെ ഇവരുടെ അമ്മയായാൽ പോലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പബ്ലിക്കിൻ്റെ മുമ്പ്. അതായത് സ്വന്തം മോന് ബാംഗ്ലൂർ ബിസിനസ്സാണ്, ജോലിയാണ്, അങ്ങനെയാണ്, അമ്മയ്ക്ക് ഇത്രയും രൂപ വരുമാനമുണ്ട്, അച്ഛൻ ഇവരുടെ മാട്രിമോണി പ്രൊഫൈലിൽ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവൻസ് എന്നാണ് എഴുതിയിരുന്നത് കേട്ടോ. എന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, ഇയർലി 30 ലക്ഷം രൂപ വരുമാനം, അങ്ങനെയൊക്കെയാണ് എഴുതിയിരുന്നത്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. എന്നിട്ട് ഈ വാടകക്കാർ
ആൾക്കാരെ എല്ലാം കബളിപ്പിച്ച് ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട്, അതായത് ഹസ്ബൻഡ് വക്കീലാണ്, മോള് ദുബായിലാണ്, ഹസ്ബൻഡ് ട്രിവാൻഡ്രത്തെ വർക്ക് ചെയ്യുന്നത്, സോ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഇനി ഒരു പെണ്ണ് ജീവിതത്തിൽ വന്ന് പേടിക്കും അല്ലേ? തീർച്ചയായും ഒരിക്കലും ഞാൻ തീരുമാനിച്ചിട്ടുമില്ല ഇനി അങ്ങനെ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെ ഒരു ജീവിതമോ ഒരിക്കലും ഇല്ല. എന്തായാലും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു പെണ്ണെ കണ്ടുപിടിച്ച് അത് ഇങ്ങനെയായി ഈ പരുവത്തിലാക്കി എടുത്തു. അതെ അല്ലേ? പാവം കേട്ടോ, നമ്മളെ പോലെ ഒരു ചെറുപ്പക്കാരൻ. ആ ചിരിയുണ്ട്, നല്ലൊരു ദുഃഖം കടിച്ചമർത്തിയുള്ള ചെറിയൊരു ചിരിയാണ്. പാവം 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കും ചെറിയ കാര്യമാണ്. അത്രയും പഠിക്കാൻ ബ്രില്യൻ്റ് ആണ്. ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു മകൻ ഒരു വളർത്തി വലുതൊക്കെ ചെറിയ കാര്യമല്ല. അത്രയും സങ്കടം നിറഞ്ഞൊരു കാര്യമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചതിച്ചോ? ഇങ്ങനെ ചതിക്കരുത് ഒരു മനുഷ്യനെ. ഒരു മനുഷ്യൻ്റെ ജീവിതം പെരുവഴിയാക്കി, അയാളെ കടക്കാരനാക്കി, അത് ഈ കോലത്തിലാക്കി. അയാൾ സ്വന്തം ഇത്രയും ആ വീടിന് പുതിയ വീടിന് എത്രയായിരുന്നു? 1 കോടി അടുത്ത് 97 ലക്ഷം 1 കോടി അടുത്തൊരു വീട് പണിഞ്ഞിട്ട് ആ വീട്ടിൽ പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി ഈ മനുഷ്യൻ. എന്തായാലും ഇതിന് പൊക്കാൻ തന്നെ എനിക്കിത് കാണേണ്ട കാഴ്ച. ഈ പാവം പിടിച്ചാൽ ഈ സ്ഥലത്ത് ഒറ്റപ്പെട്ട് ഇങ്ങനെ ഓർമ്മകളും പേര് ജീവിക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് സ്ത്രീകൾ. അതാണ് ചില താടകന്മാർ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടല്ലോ ജീവിതം കുട്ടിച്ചോറാവും. എന്തായാലും ഈ ഒരു അവസ്ഥ ഒരാണിനും ഉണ്ടാവില്ല എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.